ഗൈസ്, വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. ഭയം ഭക്തി ബഹുമാനം. അങ്ങനെ പടം ഇറങ്ങി കണ്ടു. പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ ഒരു ട്രോമയിലാണ്. ആ ട്രോമയിൽ എനിക്ക് ഇപ്പോഴും പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ട്രോമ എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന്. നിങ്ങൾക്കും അതുപോലെ ട്രോമയിലാകുമോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കണ്ട എന്ന് ഓൾറെഡി ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പടത്തിൽ ലോജിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാന്ത് പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനോട് അവർ നല്ല രീതിക്ക് വളരെയധികം നീതി പുലർത്തി. അതായത് ഒരു ലോജിക്കും ഇല്ല, ഒരു പ്രാന്ത് പടമാണ്. തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്കും ശരിക്കും ഒരു പ്രാന്താകും. കാരണം നമ്മൾ എന്തിനാ വന്നത്, അല്ലെങ്കിൽ എന്താ അവിടെ സംഭവിച്ചത്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് എന്തായാലും തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവും. പിന്നെ ക്ലൈമാക്സ് തന്നെ അതിൽ ഒരാളുടെ ഡൗട്ട് അതിൽ ചോദിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ ആ ആളുടെ സെയിം ഡൗട്ടാണ് നമ്മളും തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്കും തോന്നുന്നത്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ കൂടുതലായിട്ട് പറയണമെങ്കിൽ ഇതൊരു ഫാൻ പടമാണ്. ഇപ്പൊ ദിലീപ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും, ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഇത് ഈ ലോജിക്കില്ല അല്ലെങ്കിൽ ഒരു പ്രാന്ത് പടമാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പോയിട്ടും എനിക്കിത് വർക്കായില്ല. അതാണ് ഇതിന്റെ ഒരു സത്യം. അതാണ് ഞാൻ ആ ട്രോമയിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞത്. കാരണം പണ്ടത്തെ ഒരു പണ്ട് പറയാറില്ല നമ്മള് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ, അല്ലെങ്കിൽ ദിലീപ് ഹരിശ്രേഷകൻ കോംബോ, അങ്ങനത്തെ കുറച്ച് കോംബോകൾ വരുന്ന സമയത്ത് ആ ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഓളം ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതേ ഓളത്തില് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ലാലേട്ടൻ ആൻഡ് ദിലീപ് വരുന്ന സമയത്ത് ഒരു നല്ലൊരു വേവ് അവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ച്. പക്ഷേ എനിക്കത് വർക്കായില്ല. അപ്പൊ ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ ഒരുപാട് റിവ്യൂകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷെ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് അവർ പറഞ്ഞത് ഇതിൽ ലോജിക്കില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു ത്രില്ലർ അല്ല, അങ്ങനത്തെ ഒരു സാധനവും ഇതിൽ നമ്മൾ ആ വേർഡേ അതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് അവർ കൊടുത്തിരിക്കുന്നത്. അതും കറക്റ്റ് ആണ്, വേൾഡ് ഓഫ് മാഡ്നസ് ആണ്. കംപ്ലീറ്റ് ഒരു മാഡ് പടമാണ്. പക്ഷെ ചിരിക്കാനുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുണ്ട്. പക്ഷെ ചില എലമെന്റ്സ് ഒന്നും വർക്ക് ആവുന്നില്ല. അതായത് അതിനൊരു പറയുന്ന ഒരു സാധനം ഉണ്ട്. അതായത് പുതിയ ജനറേഷൻ പിള്ളേർക്ക്, അല്ലെങ്കിൽ നമ്മൾ കുറെ പടങ്ങൾ കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിലെത്തത്തില്ല. മനസ്സിലായില്ല. നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് എന്റർടൈൻമെന്റ്, ഫുൾ പാക്ക് എന്റർടൈൻമെന്റ് മൂവീസ് നമ്മൾ ഓൾറെഡി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് ഇറങ്ങിയ ആൾക്കാരാണ്. പക്ഷെ ആ ഒരു എന്റർടൈൻമെന്റ്, അത് നമ്മുടെ പണ്ടത്തെ CID മൂസ അതൊക്കെ കൊണ്ടുവന്നൊരു എന്റർടൈൻമെന്റ് കൊണ്ടുവരാനാണ് അവരൊക്കെ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ അത് അത്രത്തോളം അങ്ങ് ഡെപ്തിലേക്ക് ഇറങ്ങി, അത്രത്തോളം അങ്ങ് വർക്ക്ഔട്ട് ആവുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫാൻ ആണെങ്കിൽ, ഇവരുടെ രണ്ടുപേരുടെ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒബ്വിയസ്ലി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതൊരു കംപ്ലീറ്റ് ഫാൻ പാക്ക് മൂവിയാണ്. എനിക്കിത് കണ്ട സമയത്ത് എക്സാമ്പിൾ പറയാണ്, പക്ഷെ ഈ ലെവലാണെന്ന് ഞാൻ പറഞ്ഞില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴിൽ ഒരു അടുത്ത് ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, തല ഫാൻസ് മൂവി എന്ന രീതിക്ക്, അതേപോലെ തന്നെ ഒരു ഫാൻ മൂവിയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ലോജിക്കും ഇല്ല. നമ്മൾ ലോജിക്ക് വെച്ച് നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. മാഡ്നസ് ആണ് പടം. എന്റർടൈൻമെന്റ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് എനിക്ക് വർക്കായില്ല. അത് ഓരോരുത്തർക്കും ഓരോ ജോണർ ആണല്ലോ. അപ്പം എനിക്കത് വർക്കായില്ല. നിങ്ങൾക്ക് വർക്കാവുന്നോ നോക്കിയിട്ട് പറയാം. പിന്നെ ഇതൊരു സ്പൂഫ് പടമാണ്. കുറെ എലമെന്റ്സ് ഉണ്ട് ഇതില്. പണ്ടത്തെ ഒരു 10, 15, 20 വർഷങ്ങൾക്ക് മുൻപുള്ള ഇറങ്ങിയിരിക്കുന്ന പല സിനിമയിലും പല എലമെന്റ്സ്, പല ഡയലോഗുകൾ, പല ആക്ഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം അതുകൊണ്ട് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് അല്ല, അല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്, അങ്ങനത്തെ ഒരു റിവ്യൂ ഞാൻ ഒരിക്കലും പറയുന്നില്ല കാര്യത്തില്. കാരണം എനിക്ക് വർക്കായില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അത് വർക്ക് ആവില്ല എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ഇപ്പം മൊത്തത്തിൽ ഇതാണ് പടം. അപ്പം നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് കമന്റ് ചെയ്യൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.